CMRL എക്സാലോജിക് കേസിൽ നിർണായക വഴിത്തിരിവ്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട ED നടപടികൾക്ക് സ്റ്റേ. വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി ഉത്തരവ്. മുഴുവൻ വാദം കേട്ട് അന്തിമ തീരുമാനം വെള്ളിയാഴ്ച കൈക്കൊള്ളാമെന്നും ഹൈക്കോടതി നിരീക്ഷണം. മാസപ്പടി കേസിൽ ED അന്വേഷണത്തിന് വെള്ളിയാഴ്ച വരെ സ്റ്റേയില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം പുതിയ രാഷ്ട്രീയ വഴിത്തിരിവിലേക്ക് വഴിയൊരുക്കും. ഇതോടെ കേസിന്റെ വാദം പൂർത്തിയാകുന്നതുവരെ EDക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാം. അതേസമയം വേണമെങ്കിൽ വിശദമായ വാദം കേൾക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. കാരണം 2 വർഷത്തോളം പഴക്കമുള്ള കേസായതിനാൽ വാദം എത്രയും പെട്ടെന്ന് ആരംഭിക്കാമെന്ന നിലപാടാണ് കോടതിയുടേത്. ED അന്വേഷണം തടയണമെന്ന കരിമണൽ കമ്പനി CMRL നൽകിയ പരാതി പരിഗണിച്ചാണ് ED അന്വേഷണത്തിന് സ്റ്റേ നൽകാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. സ്റ്റേ നടപടികൾ വരുന്ന വെള്ളിയാഴ്ച വരെ തുടരണമെന്നും വാദം കേട്ട് തുടർവിധി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് ഹൈക്കോടതി അറിയിച്ചത്. ഈ താൽക്കാലിക സ്റ്റേ EDക്കും എക്സാലോജിക്കിനും കരിമണൽ കമ്പനിക്കും ഒരുപോലെ നിർണായകമാണ്. വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാനിരിക്കുന്ന കോടതി ഉത്തരവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. പിണറായി വിജയനും മകൾ വീണയ്ക്കും ആശ്വസിക്കാൻ വക കിട്ടുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും വൻ വിവാദ കൊടുങ്കാറ്റ് ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയുള്ള നടപടികൾ ED കടുപ്പിച്ചേക്കും. വീണയെ സമൻസ് അയച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടി ED ഉടൻ ആരംഭിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പിണറായി വിജയനെയും മകൾ വീണയെയും സംശയമുനമ്പിൽ നിർത്തുകയെന്നത് കോൺഗ്രസിന്റെയും BJPയുടെയും രാഷ്ട്രീയ ആവശ്യം കൂടിയാണ്. അതിനായി കേന്ദ്ര ഏജൻസികളെ വഴിവിട്ട് ഉപയോഗിക്കുകയാണെന്ന ആരോപണമാണ് ഇടത് കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. അത് ശരിവെക്കുന്ന കാഴ്ചകളാണ് അരങ്ങേറുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. തുടക്കത്തിൽ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളിൽ നിന്നാണ് വിവാദങ്ങളുടെ തുടക്കം. CMRL കമ്പനി യാതൊരുവിധ സേവനങ്ങളും ലഭ്യമാകാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ IT കമ്പനിയായ എക്സാലോജിക്കിന് 1.72 കോടിയോളം രൂപ മാസപ്പടിയായി നൽകി എന്നതായിരുന്നു പ്രധാന ആരോപണം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കമ്പനി നിയമത്തിലെ സെക്ഷൻ 447 പ്രകാരം കോർപ്പറേറ്റ് തട്ടിപ്പിന് കേസ് ഫയൽ ചെയ്ത പശ്ചാത്തലത്തിൽ അടിസ്ഥാന കുറ്റകൃത്യം നിലനിൽക്കുന്നുണ്ടെന്ന് കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ വീണയുടെ തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും വസതികളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ 10ഓളം കേന്ദ്രങ്ങളിൽ ED ഒരേ സമയം റെയ്ഡ് നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ ആ പദവി ഉപയോഗിച്ച് മകളുടെ കമ്പനിക്ക് വഴിവിട്ട സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കിയെന്ന അന്നത്തെ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ഹൈക്കോടതി വിധി കൂടുതൽ മൂർച്ച നൽകും. റെയ്ഡ് നടക്കുന്ന സമയത്ത് മകളോടൊപ്പം പിണറായി വിജയൻ തിരുവനന്തപുരത്തെ വസതിയിൽ ഉണ്ടായിരുന്നു എന്നതും രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ബിസിനസ് ഇടപാട് എന്നായിരുന്നു പാർട്ടി ഇതുവരെ നൽകിയ വിശദീകരണം. എന്നാൽ ഇത് കോർപ്പറേറ്റ് തട്ടിപ്പിന്റെയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും പരിധിയിൽ വരുമെന്ന കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തലുകൾക്ക് കോടതി പച്ചക്കൊടി കാട്ടിയതോടെ പാർട്ടിയുടെ പ്രതിരോധ കോട്ടകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കുന്ന CPIMന് ഈ കേസിൽ മറുപടി പറയേണ്ടി വരുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിരീക്ഷണത്തിന് സവിശേഷ പ്രാധാന്യമാണുള്ളത്. ചുരുക്കത്തിൽ ഹൈക്കോടതി നിലപാട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ദൂരവ്യാപകമായ ചലനങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണെന്നത് വ്യക്തം. അതേസമയം അന്വേഷണം തുടരാമെന്ന മുൻ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയുണ്ടായ ED നടപടികൾക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വിധി വന്നതിന് തൊട്ടു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്ത് അഴിച്ചുവിട്ട മിന്നൽ റെയ്ഡുകളും അന്വേഷണ നടപടികളും വലിയ രാഷ്ട്രീയ നിയമപരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഈ കേസിൽ ED കാണിക്കുന്ന അമിതാവേശം കേവലം ഒരു അഴിമതി വിരുദ്ധ പോരാട്ടമല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന വിമർശനം ശക്തമാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തെ തന്നെ ലക്ഷ്യമിടുന്നതെന്ന വാദവും ശക്തമാണ്. 2 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ഇടപാടുകളെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പോലെയുള്ള കഠിനമായ വകുപ്പുകൾ ചുമത്തി നേരിടുന്നത് അധികാര ദുർവിനിയോഗമാണെന്ന വാദവും ഉയരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയാൻ രൂപീകരിച്ച ED ഇന്ന് BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുന്നു എന്ന വിമർശനത്തിന് ഊന്നൽ നൽകുന്നതാണ് നീക്കം. ED രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ശിക്ഷാ നിരക്ക് കേവലം 1-2% താഴെ മാത്രമാണ്. ഇത് വ്യക്തമാക്കുന്നത് കേസുകൾ തെളിയിക്കുക എന്നതിനേക്കാൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാനും മാധ്യമ വിചാരണയ്ക്ക് ഇരയാക്കാനും മാത്രമാണ് ED ശ്രമിക്കുന്നത് എന്ന ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നതാണ്.
റെയ്ഡുകളും അക്കൗണ്ട് മരവിപ്പിക്കലുകളും വഴി ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ കുറ്റക്കാരാണെന്ന് മുൻകൂട്ടി മുദ്രകുത്താനാണ് അന്വേഷണ ഏജൻസി ശ്രമിക്കുന്നത്. കുറ്റം തെളിയുന്നതുവരെ ഒരാൾ നിരപരാധിയാണെന്ന സ്വാഭാവിക നീതി സങ്കല്പത്തിന് വിരുദ്ധമായാണ് ഇഡിയുടെ പല നടപടികളുമെന്ന വിലയിരുത്തലുകളും ഉയർന്നുവരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ അന്വേഷണ ഏജൻസികൾ ഭരണകൂടത്തിന്റെ ആജ്ഞാനുവർത്തികളായി മാറി രാഷ്ട്രീയ പ്രതികാരത്തിന് മുതിരുമ്പോൾ അത് രാജ്യത്തെ ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. ഇഡിയുടെയും കരിമണൽ കമ്പനിയുടെയും വാദമുഖങ്ങൾ പരിശോധിച്ച് ഹൈക്കോടതി കൈക്കൊള്ളുന്ന തീരുമാനം പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയെ ആഴത്തിൽ സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ്. അത് അനുകൂലമാകുമോ അതോ പ്രതികൂലമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.